ഡിസംബർ മാസം മുതൽ 2-3 മാസക്കാലം കേരളത്തിലെ വിശ്വാസികൾക്ക് നോമ്പിൻ്റെ സമയമാണ്. ഉപവാസം, പ്രാർത്ഥന, പ്രായശ്ചിത്തം, ദാനധർമ്മം തുടങ്ങിയ സുഹൃതങ്ങൾ നോമ്പിൻ്റെ ജീവിത ശൈലിയായി വിശ്വാസികൾ കരുതിപ്പോരുന്നു. ക്രൈസ്തവ വിശ്വാസികൾക്ക് ഇത് 50 നോമ്പിൻ്റെ സമയമാണ്. 50 നോമ്പ് വലിയ നോമ്പ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ജീവിത നവീകരണമാണ് ഈ കാലഘട്ടത്തിൻ്റെ ലക്ഷ്യം. പഴയ മനുഷ്യനെ ഉരിഞ്ഞുകളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുക, അതായത് പഴയ ചിന്തയിൽ നിന്ന് പുതിയ ചിന്തയിലേക്ക് മാറുക, പഴയ തീരുമാനങ്ങളിൽ നിന്ന് പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തുക, പഴയ പ്രവർത്തികളിൽ നിന്ന് കൂടുതൽ ഗുണപരമായ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് എത്തുക. അതായത് വാക്കിലും പെരുമാറ്റത്തിലും ബന്ധങ്ങളിലും നല്ല മനുഷ്യരായി തീരുവാനുള്ള പ്രത്യേകമായ ആഹ്വാനമാണ് നോമ്പുകാലം നൽകുന്നത്. ലോകരക്ഷകനായ കർത്താവായ യേശുവിൻ്റെ 40 ദിവസത്തെ ഉപവാസമാണ് 50 നോമ്പിൻ്റെ അടിസ്ഥാനം. സുറിയാനി ക്രൈസ്തവര് പേതൃത്വ മുതൽ ഉയർപ്പ് തിരുനാൾ വരെയുള്ള ദിനങ്ങളിൽ നോമ്പാചരിച്ചിരുന്നു എന്നുള്ളത് കൊണ്ടാണ് 40-ന് പകരം 50 നോമ്പായിട്ട് അതറിയപ്പെടുന്നത്. പേതൃത്വ എന്ന സുറിയാനി പദത്തിൻ്റെ അർത്ഥം അവസാനിപ്പിക്കൽ, തിരിഞ്ഞു നോക്കൽ എന്നൊക്കെയാണ്. എന്താണ് അവസാനിപ്പിക്കുന്നത്? ഭക്ഷണപാനീയങ്ങളുടെ ആസ്വാദനം അവസാനിപ്പിക്കുന്നു. അതുപോലെ തന്നെ ആഘോഷങ്ങൾക്ക് അവസാനം കുറിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഭൗതികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് മാറാനാണ്. ലോകത്തിൽ നിന്ന് ദൈവത്തിലേക്ക് അടുക്കാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നിലയിൽ മനുഷ്യര് അവരുടെ സമയവും ഊർജവും കഴിവുകളുമെല്ലാം വിനിയോഗിക്കുന്നത് സമ്പത്ത് സ്വരുക്കൂട്ടാൻ വേണ്ടിയിട്ടാണ്, സുഖലോലുപതയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. നോമ്പുകാലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഇതെല്ലാം ക്ഷണികമാണ്, നശ്വരമാണ്. ഏറ്റവും വലിയ സമ്പത്ത് ദൈവമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് അനശ്വരതയുടെ സൗഭാഗ്യം മനുഷ്യന് കൈവരുക. നോമ്പ് മനുഷ്യന്റെ ശരീരത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ മനസ്സിനെ നവീകരിക്കുകയാണ്. നോമ്പിലൂടെ പുതുജീവനിലേക്ക് മനുഷ്യന് പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് വിശ്വാസികളല്ലാത്തവർ പോലും നോമ്പ് ആചരിക്കുവാൻ സന്നദ്ധരാകുന്നത്. ഈ നോമ്പുകാലം ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ഉണർവും ഉത്സാഹവും ഉള്ളതായി തീരുന്നതിന് സഹായകമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പുതുജീവനിലേക്ക് പ്രവേശിക്കാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു.